ഹലോ ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതും നമ്മുടെ ഈ ഒരാഴ്ച രണ്ടാഴ്ചത്തെ ഒരു ഇടവേളയിൽ ഉണ്ടായ ഒരു പോസ്റ്റാണ്. പക്ഷേ ഇത് നിങ്ങളെ ഇപ്പോൾ അറിയിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഈ പോസ്റ്റിന് ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ്റ്റിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം ഇതും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് സൈനിക സ്കൂള് വേക്കൻസിയാണ്. സൈനിക സ്കൂള് സാമ്പൽപൂർ, ഒഡീഷയിലെ സാമ്പൽപൂരിലെ പെർമനന്റ് വേക്കൻസി, സ്ഥിര നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പല വീഡിയോസിലും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. KVS ആയാലും NVS ആയാലും EMRS ആയാലും ഒക്കെ ജനറൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൽ ഗേൾസിനുള്ള ലേഡീസിനുള്ള ഏജ് റിലാക്സേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അറിയാത്തവര് നിങ്ങൾ നമ്മുടെ ഈ ചാനലിലെ തന്നെ RRB ടീച്ചർ റെഗുലർ ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ KVS റെഗുലർ ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ EMRS റെഗുലർ ടീച്ചർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഏതിൽ നോക്കിക്കഴിഞ്ഞാലും അതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതേ സെയിം ക്വാളിഫിക്കേഷനുള്ള ഒരു കാറ്റഗറിയാണ് സൈനിക സ്കൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രം ഒക്കെ നിങ്ങൾക്ക് അറിയാം. ട്രിവാൻഡ്രം കിഴക്കൂട്ടത്ത് സൈനിക സ്കൂൾ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, അപ്പം അത്തരത്തില് സൈനിക സ്കൂളിലേക്കുള്ള ഒരു സ്ഥിരം നിയമനത്തെ പറ്റി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളില് ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര്, അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കള് ഇതിന് യോഗ്യരായിരിക്കും. അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ സൈനിക സ്കൂള് സാമ്പിൾ. ഓക്കെ, അപ്പം ആർമി പബ്ലിക്സ് ലെവലിൽ വരുന്ന ആ സൈനിക സ്കൂള് സാമ്പൽപൂരിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ആ സ്കൂളിന്റെ ചിത്രങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടേക്കുള്ള പോസ്റ്റാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു, എവിടെയാണെന്ന് പറഞ്ഞു. സാമ്പൽപൂർ ഒഡീഷയിലേക്കാണ്. നമ്മൾ എവിടെയാണ് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയാണ്, എങ്ങോട്ടേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എത്ര വേക്കൻസി ആണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്ലൈ ചെയ്യുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ സൈനിക സ്കൂൾ സാമ്പൽപൂർ ഒഡീഷ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പം ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. അതായത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ വിളിച്ചിരിക്കുന്നത് PGT ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനെയാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ ഈ മാസം 20-ാം തീയതി വരെയാണ് ഈ ഡേറ്റ് നീട്ടിയിരിക്കുന്നത്. 20-ാം തീയതി വരെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. 20-ാം തീയതി വരെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ഉള്ള സമയവും സന്ദർഭവും എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സൈനിക സ്കൂൾ ഒഡീഷ സാമ്പൽപൂർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ച ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് PGT ഫിസിക്സ്, PGT കെമിസ്ട്രി, PGT ബയോളജി, PGT ഇംഗ്ലീഷ്, PGT മാത്സ്, PGT കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അപ്പം അതില് PGT ഫിസിക്സ് അൺറിസർവ്ഡ് ആണ്. കെമിസ്ട്രി SC, PGT ബയോളജി SC-കാർക്കാണ്. PGT ഇംഗ്ലീഷ് അൺറിസർവ്ഡ് ആണ്. PGT മാത്സ് OBC-ക്കാണ്. PGT കമ്പ്യൂട്ടർ സയൻസ് ST-ക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ. ഒരു പോസ്റ്റ് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വേക്കൻസികൾ കൂടി വരും. നമുക്ക് ഒരു പോസ്റ്റ് മതിയല്ലോ, അപ്പൊ അതിന് അപ്ലൈ ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം www.sainischoolsambalpur.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് കയറിയിട്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്കത് അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഓക്കെ,
ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 250, അൺറിസർവ്ഡ് OBC കാൻഡിഡേറ്റ്സിന് 500 ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോംസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ സൈറ്റിൽ ഈ ഇവരുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ, അതായത് സാമ്പിൾ www.chinese-schools-sambalpur.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിൽ കയറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ എക്സാമും ഇതിന്റെ സിലബസും കാര്യങ്ങളെല്ലാം നമ്മളെ KVS പോലെയും NVS പോലെയും EMRS പോലെയുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാറ്റഗറിയിലുള്ളവരൊക്കെ PGT ഫിസിക്സ് അൺറിസർവ്ഡ്, കെമിസ്ട്രി ബയോളജി SC കാൻഡിഡേറ്റ്സിനാണ്, ഇംഗ്ലീഷ് അൺറിസർവ്ഡ്, മാത്സ് PGT മാത്സ് OBC ക്കാണ്, PGT കമ്പ്യൂട്ടർ സയൻസ് ST കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം PGT അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണ്ട, CTET എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ വേണ്ട. CTET വേണ്ട. PGക്കും PG പ്ലസ് BEd ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടിനും 50% മാർക്ക് മതിയാവും. ഓക്കെ, ഇനി SCക്കും STക്കും OBCക്കും ഉള്ള റിസർവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത്രയൊന്നും മാർക്ക് വേണ്ട, ജസ്റ്റ് പാസ് മാർക്ക് മതി നിങ്ങൾക്ക്. ഓക്കെ, അൺറിസർവ്ഡിനാണ് ജസ്റ്റ് 50% മാർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം 20-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് നോക്കി കയറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് RRB ടീച്ചർ, RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ടീച്ചർ, എല്ലാ കോഴ്സിലേക്കുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വളരെ റിലാക്സേഷൻ ആയിട്ട് റിഡക്ഷനോട് കൂടി 599 രൂപയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് RRB ടീച്ചർ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ പരീക്ഷയ്ക്ക് ഒരുപാട് നീണ്ടുവരും. ഓക്കെ, ജൂണിലൊന്നും എക്സാം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. അപ്പൊ ധാരാളം സമയം നമുക്ക് കിട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒൺലി അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്ന 599 എന്ന് പറയുന്ന ഈ ഒരു അഡ്മിഷൻ ഫീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ 7736750473 നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സിനെ പറ്റി അന്വേഷിക്കുവാൻ, ഡീറ്റെയിൽസ് അന്വേഷിക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ HSA കോഴ്സ് അവൈലബിൾ ആണ്. HSAയുടെ നാച്ചുറൽ സയൻസ് ബാച്ച് ഇപ്പൊ അവൈലബിൾ ആണ്, അഡ്മിഷൻ അവൈലബിൾ ആണ്. HSA നാച്ചുറൽ സയൻസിന്റെ ബാച്ചിന്റെ കോഴ്സ് ഫീസ് only 999 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ചും അവൈലബിൾ ആണ്. only 499 മാത്രമാണ് ഫീ എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ LP UPയുടെ ലോങ് ടേം ബാച്ച് അവൈലബിൾ ആണ്. ഫ്രീ ബാച്ചാണ്, ഫുള്ളി ഫ്രീ ബാച്ചാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ വരെ only 299 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് എടുക്കാൻ പോകുന്ന അടുത്ത കോഴ്സുകൾ KVSന്റെ കോഴ്സ് ഉടൻ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CTETന്റെ കോഴ്സ് ഉടൻ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ KTETന്റെ കോഴ്സ് ഉടൻ ആരംഭിക്കുന്നുണ്ട്. ഇതൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിലേക്ക് 7736750473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതും ഈ സൈനിക് സ്കൂൾ സാമ്പൽപൂർ ഒഡീഷ എന്ന് പറയുന്ന ഈ ഒരു സൈനിക് സ്കൂൾ വേക്കൻസി, പെർമനന്റ് വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതില് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ. കാരണം ഇത് മുന്നേ ഞാൻ അറിയിച്ചിട്ടില്ല, കാരണം അന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു, നിങ്ങൾക്ക് ടൈം കഴിഞ്ഞ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 20-ാം തീയതി വരെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ധാരാളം സമയമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്നവര്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്. ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അതേത് സമയം അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ജയ് ഹിന്ദ്. വന്ദേ മാതരം.